വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. PM ശ്രീയിൽ CPI അനുനയിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ CPI മന്ത്രിമാരെയും ഉൾപ്പെടുത്തും. ഉചിതമായ തീരുമാനമില്ലെങ്കിൽ നിർവാഹക സമിതിയിൽ നിർണായക നടപടികളെന്ന് CPI. എക്സിക്യൂട്ടീവ് യോഗം നാളെ ആലപ്പുഴയിൽ. ഫണ്ട് ഉപേക്ഷിക്കാനാവില്ലെന്നും നിയമോപദേശം തേടിയെന്നും മന്ത്രി V ശിവൻകുട്ടി. പിണറായിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതാരെന്നും MA ബേബി വിധേയനെ പോലെയെന്നും VD സതീശൻ. അടിമാലി മണ്ണിടിച്ചിലിൽ കൈകഴുകി ദേശീയപാത അതോറിറ്റി. അപകടമുണ്ടായ സ്ഥലത്ത് ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വിശദീകരണം. ഇന്നലെ രാത്രി ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചത് കൂമ്പാൻപാറ സ്വദേശി ബിജു. ഗുരുതര പരിക്കേറ്റ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തത് 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിൽ വൻ ഭൂമി ഇടപാടുകളെന്ന് SIT. സുഹൃത്തായ രമേശ് റാവുമായി ചേർന്ന് കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി. പോറ്റിയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് എത്തിച്ചു. പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്നത് ദേവസ്വം മന്ത്രിയും ബോർഡുമെന്ന് പ്രതിപക്ഷം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്ത് കുടുംബം. നിയമ നടപടി PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെ PP ദിവ്യയ്ക്കും പ്രശാന്തനും നോട്ടീസ് അയച്ച് പത്തനംതിട്ട സബ് കോടതി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ കുറവ് വരുത്തിയെന്ന് ആവർത്തിച്ച് ASEAN ഉച്ചകോടിക്കെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 47ാമത് ASEAN ഉച്ചകോടിക്ക് തുടക്കം. കംബോഡിയ തായ്ലൻഡ് അതിർത്തി തർക്കവും ട്രംപിന്റെ തീരുവ വർധനവും ചർച്ചയ്ക്ക്. റീഗന്റെ പരസ്യത്തിന് പ്രതികാര നടപടിയായി കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ കൂട്ടി ട്രംപ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണം നേടുന്ന വീടില്ലാത്ത 50 കുട്ടികൾക്ക് വീട് വെച്ചു നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മേളയ്ക്ക് മറ്റന്നാൾ സമാപനം. സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ നാളെ നഗരത്തിൽ അകമ്പടി ജാഥകൾ. കപ്പ് ഗവർണർ വിജയികൾക്ക് സമ്മാനിക്കും. തിരുവനന്തപുരം കിരീട നേട്ടത്തിനരികെ തൃശൂർ 2ാം സ്ഥാനത്തും പാലക്കാട് 3ാം സ്ഥാനത്തും. PM ശ്രീ പദ്ധതിയിൽ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് CPI. നാളെ ആലപ്പുഴയിൽ നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. അതേസമയം നീക്കങ്ങളുടെ ഭാഗമായി വിവാദ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ CPI മന്ത്രിമാരെ അംഗങ്ങളാക്കി സമിതിക്ക് രൂപം നൽകാമെന്ന് CPM അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പിന്മാറാമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും വ്യക്തമാക്കി. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഉഭയകക്ഷി ചർച്ചകൾക്കും നീക്കം നടത്തുന്നുണ്ട്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. 3 ദിവസത്തെ സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ CPI എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ CPM നിലപാട് വ്യക്തമാക്കുമെന്നാണ് CPIയുടെ പ്രതീക്ഷ. You see, our party is having meeting of the state executive tomorrow, and we will discuss. Kamal Prakash will be there in the meeting, and party will further discuss what should be done. Party will assess the developing situation in the state of Kerala. അതേസമയം CPI അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM തുടരുകയാണ്. വിവാദ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകാമെന്നും സമിതിയിൽ CPI മന്ത്രിമാരെ ഉൾപ്പെടുത്താമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം വച്ചിരിക്കുന്നത്. അതേസമയം പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ലെന്നും MOU ഒപ്പിടുന്നതിന് മുൻപ് നിയമോപദേശം തേടിയിരുന്നതായും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഇതൊരു അഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ അഗ്രിമെന്റിന് പിന്മാറാൻ പറ്റില്ലെന്നുള്ളതാണ്. നമ്മൾ വെച്ചിട്ടുള്ള MOUവിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത് ഏത് നിമിഷം വേണോ ഈ MOUവിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇരുകക്ഷികളും തമ്മിൽ ആലോചിച്ചിട്ട് വേണം പിന്മാറേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം 2 കക്ഷികൾക്കും ഉണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പിന്നെ ഇരുകക്ഷികളും യോജിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതി പോകാനുള്ള അവകാശവും ഇത് പിന്നെ പറയുന്നു. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. MA ബേബി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിധേയനെ പോലെ നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16-ാം തീയതി ഒപ്പുവയ്ക്കുന്നു. 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPI വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്.
ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ CPI മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു. നാളെ ആലപ്പുഴയിൽ നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നിലപാടിലേക്കാണോ അതോ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ എടുത്ത തീരുമാനത്തിൽ നിയമപരമായി നേരിടാനാണോ CPI തീരുമാനിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരണം നൽകിയിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. CPI സെക്രട്ടറിയുമായി സംസാരിച്ചു. കേരളത്തിലാണ് ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതെന്നും അതിനുവേണ്ടി എന്ത് സഹായവും അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് നൽകുമെന്നും MA ബേബി പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരണത്തെ ഇത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ പ്രതികരണം ഇല്ല തന്നെ, അതിന്റെ ആവശ്യമില്ല. ആയിക്കോട്ടെ, വളരെ നിസ്സഹായനാണ്. കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കടം വാങ്ങിക്കാം. അല്ലേ, ഈ നിൽപ്പ് കണ്ട അറിഞ്ഞൂടെ നിസ്സഹായനാണെന്ന് മനസ്സിലായില്ലേ? ഈ നിൽപ്പ് PM ശ്രീ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നാളെ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു. വിഷയത്തിൽ കേരള സർക്കാർ ഒപ്പിട്ടതിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മൗനം വേദനിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് സർക്കാർ പോയതുപോലെ എന്തുകൊണ്ട് നിയമപോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. CPIഎമ്മിൻ്റെ ദേശീയ നേതൃത്വവും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തൊരു ഇടപെടൽ നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൂടെ വെച്ചുകൊണ്ടാണ് നാളെ എക്സിക്യൂട്ടീവ് കൂടുന്നത്. എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ എന്താണെന്ന് നോക്കി അതിന്മേൽ തീരുമാനമെടുക്കും. CPIയുടെ പൊസിഷൻ വിശദമാക്കി CPMൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അവർ പരസ്യമായി പറയണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് റിവ്യൂ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ CPMൻ്റെ നിലപാട് എന്താണെന്ന് അവർ പറയട്ടെ. അവർക്ക് സ്വാഭാവികമായിട്ടും CMും കൂടെ വന്നതിന് ശേഷവും CMും MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറിയും തമ്മിലൊക്കെ കണ്ടതിന് ശേഷവും അത്യാവശ്യം അവരുടെ ആശയവിനിമയം നടത്തിയതിനു ശേഷമല്ലേ അവർക്ക് പരസ്യമായി ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത്. PM ശ്രീ പദ്ധതിയിൽ CPIയെ പരിഹസിച്ച് വെള്ളാപ്പള്ളി നടേശൻ. ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനാണ് CPI എതിർപ്പുയർത്തുന്നത്. മുഖ്യമന്ത്രി വന്നു സംസാരിച്ചാൽ CPIയുടെ പ്രശ്നമെല്ലാം അവിടെ തീരും. ശിവൻകുട്ടി പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ആവുകയാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. CPI ഇതിനു മുൻപ് പറഞ്ഞ വല്ല കാര്യവും പറഞ്ഞിടത്ത് നിന്നോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. സർ, അതൊക്കെ പാസ്സാക്കി പോയി മുന്നണി വരികയൊക്കെ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. അത് സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങ് അവസാനിക്കും. അല്ല, അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതൊക്കെ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ ഒരു അന്തർധാരയില്ലേ? ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞെടുത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വൻ ഭൂമി ഇടപാട് രേഖകൾ കണ്ടെത്തി SIT. ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയ രേഖകൾ പിടിച്ചെടുത്തു. ഇടപാടുകളെല്ലാം സുഹൃത്തായ രമേശ് റാവുമായി ചേർന്നാണ്. സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുത്തു. തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചു. ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വൻ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. രമേശ് റാവു എന്ന സുഹൃത്തുമായി ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലും ബംഗളൂരുവിലെ ഫ്ളാറ്റിലും നടത്തിയ പരിശോധനയിലാണ് രേഖകൾ പിടിച്ചെടുത്തത്. അതേസമയം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP P ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുന്നത്. ഇന്നലെയും അന്വേഷണ സംഘം 6 മണിക്കൂറോളം സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയിരുന്നു. സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് സ്മാർട്ട് ക്രിയേഷന് നൽകിയ 108 ഗ്രാം സ്വർണം അന്വേഷണ സംഘത്തിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം ബെല്ലാരിയിലും ചെന്നൈയിലും തെളിവെടുപ്പ് പൂർത്തിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിച്ച് ഇനി തെളിവെടുക്കേണ്ടതുണ്ട്. ഈ മാസം 30-ാം തീയതി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ എത്തിച്ചും തെളിവെടുക്കും. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചോദ്യം ചെയ്യാനും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി കസ്റ്റഡി അപേക്ഷയും റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിക്കു വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തത് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ എല്ലാം മൂടിവെക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും സംരക്ഷിച്ചില്ലെങ്കിൽ സർക്കാർ പ്രതിയാകുമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പോറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ നിന്ന് ദ്വാരപാലക വിഗ്രഹം ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് 1 മാസവും 9 ദിവസത്തിനും ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചേർന്നത് എന്നറിയണം. അപ്പോൾ ഈ 39-40 ദിവസം
ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയായിരുന്നു? അയ്യപ്പൻ്റെ സ്വത്താണ്, വിശ്വാസികൾ അവിടെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അത് കൊണ്ടുപോയി നാട് മുഴുവൻ പ്രദർശിപ്പിച്ച് അത് പണമാക്കി മാറ്റി. ഹൈക്കോടതിയുടെ വിധിയുണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്ന്. ദേവസ്വം മാനുവലുണ്ട്, ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്ന്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡാണ് പ്രതിയായത്. പിന്നെ ദേവസ്വം ബോർഡ് പ്രതിയാണ്, അന്നത്തെ പ്രസിഡന്റും മെമ്പർമാരും എല്ലാം പ്രതികളാണ്. ഇതെല്ലാം പിന്നീട് അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ഇതെല്ലാം മൂടി വെച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഇടുക്കി അടിമാലി കൂമ്പൻപാറ ലക്ഷം വീട് കോളനി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ വീട്ടിൽ കുടുങ്ങിയ ദമ്പതിമാരിൽ ഭർത്താവ് മരിച്ചു. പരിക്കേറ്റ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30യോടെയായിരുന്നു ദുരന്തം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന അടിമാലി കൂമ്പൻപാറയിലാണ് ദുരന്തമുണ്ടായത്. രാത്രിയിൽ മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീടുകൾക്ക് മുകളിൽ പതിക്കുകയായിരുന്നു. 6 വീടുകൾ മണ്ണിനടിയിലായി. 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. വീടിനുള്ളിൽ അകപ്പെട്ട ബിജുവിനെയും ഭാര്യ സന്ധ്യയെയും 6 മണിക്കൂർ നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിലാണ് പുറത്തെത്തിച്ചത്. പുലർച്ചെ 3 മണിയോടെ സന്ധ്യയാണ് ആദ്യം രക്ഷപ്പെടുത്തിയത്. സാരമായ പരിക്കുകളോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സന്ധ്യയെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. സന്ധ്യയുടെ കാലിന് പൊട്ടലുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സന്ധ്യയെ രക്ഷപ്പെടുത്തി 1 മണിക്കൂറോളം കഴിഞ്ഞ് പുലർച്ചെ 5 മണിയോടെയാണ് ഭർത്താവ് ബിജുവിനെ പുറത്തെത്തിക്കാനായത്. തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്ന് 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ബിജുവിനെ പുറത്തെടുത്തത്. അബോധാവസ്ഥയിലായിരുന്ന ബിജുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനെ തുടർന്ന് ഏകദേശം 50 അടിയിലേറെ ഉയരത്തിൽ മൺതിട്ട രൂപപ്പെട്ടിരുന്നു. ഇതിനു മുകളിൽ അടർന്നിരുന്ന ഭാഗം ഇടിഞ്ഞ് റോഡിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിച്ചാണ് അപകടമുണ്ടായത്. വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് വൻ ദുരന്തം ഒഴിവാക്കാൻ കാരണമായി. മണ്ണിടിച്ചിൽ ഭീഷണി കാരണം ബിജുവും സന്ധ്യയും തറവാട്ട് വീട്ടിലേക്ക് മാറിയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനും രേഖകൾ എടുക്കുന്നതിനും വേണ്ടിയാണ് ഇവർ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ദേശീയപാതയിലെ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അമൃത ന്യൂസ്, ഇടുക്കി. അതേസമയം മണ്ണിടിച്ചിലിൽ കൈകഴുകി ദേശീയപാത അതോറിറ്റി. അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല എന്നാണ് വിശദീകരണം. ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ദേശീയപാത അതോറിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഉത്തരവിട്ടു. മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുള്ള NH-85-ലും ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലും സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ടീം രൂപീകരിച്ചു. പഠന റിപ്പോർട്ട് ലഭ്യമാകുന്നതുവരെ മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുള്ള NH-85-ലെയും ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലെയും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അടിമാലിയിലെ ദുരന്തം വേദനാജനകമെന്ന് മന്ത്രി കെ രാജൻ. മുൻകരുതൽ എടുത്തതുകൊണ്ട് ദുരന്തം ഒഴിവായി. ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജനങ്ങൾ നടത്തിയ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി തൃശൂരിൽ പ്രതികരിച്ചു. അടിമാലിയിലുണ്ടായിട്ടുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ദുരന്തമാണ്. ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സർക്കാർ എടുത്തതുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം എടുത്തതുകൊണ്ട് വലിയൊരു ദുരന്തം യഥാർത്ഥത്തിൽ ഒഴിവായതാണ്. ബുധനാഴ്ച രാത്രിയോടുകൂടി അവിടുത്തെ മണ്ണുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോഗ്രാഫ്സ് ജില്ലാ കളക്ടർ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് വ്യാഴാഴ്ച തന്നെ മഴ അപ്പോഴില്ലെങ്കിലും മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയുണ്ടോ, ആ പടങ്ങളിൽ മണ്ണ് വിണ്ടു കീറുന്നതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ടോ എന്ന് സംശയമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി ആ പ്രദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങളെയും 8ഓളം കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആളുകൾ ആ ദുരന്തമുണ്ടാകുമെന്ന് ആ വിധത്തിൽ പ്രതീക്ഷിക്കില്ല, അല്ലെങ്കിൽ ആ വിധത്തിൽ കരുതില്ല. കാരണം സാധാരണ നിലയിൽ നമ്മൾ കാണുന്ന മഴയായതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നമുണ്ടാകില്ല എന്ന് കരുതുകയായിരിക്കും ഉണ്ടാവുക. എന്നാൽ
ഇടുക്കി അടിമാലിയിൽ ദുരന്തബാധിത പ്രദേശത്തെ 44 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പും ജിയോളജി വിഭാഗം, ദുരന്ത നിവാരണ വിഭാഗം, പൊതുമരാമത്ത് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അടിയന്തരമായി പ്രത്യേക ടീം രൂപീകരിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. മണ്ണിടിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റുവാനുള്ള നടപടികളും സ്വീകരിച്ചു. നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അടിമാലിയിൽ പറഞ്ഞു. തുലാമാസ പൂജയ്ക്ക് ദർശനത്തിനെത്തിയ തീർത്ഥാടകരോട് മോശമായി പെരുമാറി പോലീസുകാരൻ. ശബരിമല നടപ്പന്തലിൽ കാത്തുനിൽക്കുന്ന തീർത്ഥാടകരെ ബലം പ്രയോഗിച്ച് തള്ളിവിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തീർത്ഥാടകരോട് ആദരവോടെ പെരുമാറണമെന്ന് ഔദ്യോഗിക നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് പോലീസുകാരന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം. തുലാമാസ പൂജക്കാലത്ത് തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡും പോലീസും പരാജയപ്പെട്ടു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. സമസ്തയുടെ പ്രവർത്തനവും ഫണ്ട് പിരിവും തടയാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമസ്തയെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കരുതെന്നും അതിന് മെനക്കെട്ടാൽ അത് അവരുടെ നാശത്തിന്റെ തുടക്കമാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. കോഴിക്കോട് നടന്ന സമസ്ത മുൻ ജനറൽ സെക്രട്ടറി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അനുസ്മരണ പരിപാടിയിലായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം. സമസ്ത 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഫണ്ട് പിരിവ് മന്ദഗതിയിൽ തുടരുന്നതിനിടെയാണ് ജിഫ്രി തങ്ങൾ പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. സമസ്തയുടെ പ്രവർത്തന ഫണ്ട് ചിലർ തടയുന്നുണ്ട്. ഇവരെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കണം. സമസ്തയിലെ പണ്ഡിതർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമസ്തയെ ചെറുതാക്കി കാണിക്കരുതെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. കോഴിക്കോട് വരക്കൽ മഖാമിൽ നടന്ന സമസ്ത മുൻ ജനറൽ സെക്രട്ടറി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അനുസ്മരണ പരിപാടിയിലായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം. സമസ്ത കേരള ജമീയത്തുൽ ഉലമ പറയാത്തത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമ ചെയ്യാത്തത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ചെയ്യാത്തത്, അവർ പറയാത്തത്, ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിനെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നതിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി നിൽക്കണ്ട. ആരും അതിനു വേണ്ടി മെനക്കെടും വേണ്ട. അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ആരാണോ അതിന് മെനക്കെടുന്നത് അവരുടെ നാശത്തിൻ്റെ തുടക്കമായിരിക്കും. സമസ്തയെ ആര് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നും കൊടി കൈമാറാൻ ഒരാളുണ്ടെങ്കിൽ അത് മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 25 കോടി രൂപ ലക്ഷ്യമിട്ടാണ് ഫണ്ട് പിരിവ് നടക്കുന്നത്. എന്നാൽ 5 കോടി രൂപയാണ് ഇതുവരെ പിരിക്കാൻ കഴിഞ്ഞത്. അതേസമയം ഫണ്ട് പിരിവ് മന്ദഗതിയിൽ തുടരുന്നത് ലീഗ് അനുകൂല വിഭാഗം വിട്ടുനിൽക്കുന്നത് കൊണ്ടാണെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. സ്കൂൾ ഗെയിംസിൽ സ്വർണം നേടുന്ന വീടില്ലാത്ത 50 കുട്ടികൾക്ക് വീട് വെച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ നാളെ നഗരത്തിൽ അകമ്പടി ജാഥകൾ ഉണ്ടാകും. കൊമ്പിന്റെ മാതൃകയിലാണ് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കപ്പ് ഗവർണർ വിജയികൾക്ക് സമ്മാനിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സ് മാതൃകയിലുള്ള 14 വളയങ്ങൾ, 14 ആനകൾ, ഇൻക്ലൂസീവ് സ്പോർട്സിന് ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന 14 കായിക ഇനങ്ങൾ എന്നിവ കപ്പിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്ഥിരം ലോഗോയും കപ്പിൽ പതിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികളിലൂടെ മലബാർ ഗോൾഡ് ആണ് കപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. 117.5 പവൻ, അതായത് 940.24 ഗ്രാം ആണ് സ്വർണത്തിൻ്റെ മൊത്തം തൂക്കം. 22 കാരറ്റ് BIS 916 ഹാൾമാർക്ക് ചെയ്ത സ്വർണത്തിലാണ് നിർമ്മാണം. തേക്കിൽ പണിതീർത്ത പീഠത്തിൽ ബാസ് പ്ലേറ്റിങ്ങിൽ കേരള സ്കൂൾ കായികമേള എന്നും ദി ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പ് എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 4.37 കിലോഗ്രാമാണ് മൊത്തം ഭാരം. കപ്പിന് ലൈഫ് ലോങ് സൗജന്യ മെയിൻ്റനൻസും 1 വർഷത്തെ ഇൻഷുറൻസ് പരിരക്ഷയും നിർമ്മാതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീ അഖിലേഷ് അശോകനാണ് ഈ മനോഹരമായ കപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നതിനായി നാളെ ഒക്ടോബർ 27-ന് തലസ്ഥാന നഗരിയിൽ വിപുലമായ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതാണ്.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ലയുടെ കുതിപ്പ് തുടരുകയാണ്. ഓവറോൾ പോയിന്റ് പട്ടികയിൽ 1494 പോയിന്റുമായാണ് ആതിഥേയരുടെ ഈ കുതിപ്പ്. അതേസമയം അത്ലറ്റിക്സ് ഇനങ്ങളിൽ പാലക്കാടാണ് മുന്നിൽ. 137 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്ന പാലക്കാടിന് പിന്നാലെ 134 പോയിന്റുമായി മലപ്പുറം ജില്ലയാണ് രണ്ടാമത്. അജയ് നാഥുണ്ട് വിവരങ്ങളുമായി. അജയ്, മത്സരങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഒപ്പം പരാതിരഹിതമായ ഒരു മേളയാണ് ഇത്തവണ ഉണ്ടായതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം. അങ്ങനെയൊക്കെ തന്നെയാണോ കാര്യങ്ങൾ? ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം. പരാതിരഹിതമായ ഒരു മേളയാണ് ഇത്തവണ നടന്നത് എന്നതിന് പറയാം. പക്ഷേ മഴയായിരുന്നു കേവലമായ ഒരു ആശങ്കയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ വടംവലി മത്സരത്തിൽ ചെളി നിറഞ്ഞ വേദിയിലാണ് മത്സരം നടന്നത് എന്ന തരത്തിലേക്കുള്ള പരാതികളെല്ലാം ഉയർന്നിരുന്നു. പക്ഷേ അതിനെല്ലാം ആ പരാതിയെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് മേള അടുത്ത ദിവസത്തേക്ക് വടംവലി മാറ്റി വെക്കുകയും പിന്നീട് അത് തുറന്ന് നടക്കുകയെല്ലാം ചെയ്തു. പക്ഷേ അത്തരത്തിലേക്കൊരു ചെറിയ പരാതിയൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും പരാതിരഹിതമായി തന്നെ വലിയ രീതിയിലുള്ള പരാതികൾക്ക് ഇടം നൽകാതെ മേള ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോഴും തിരുവനന്തപുരം ആതിഥേയരായിട്ടുള്ള തിരുവനന്തപുരം തങ്ങളുടെ ഒരു പോയിന്റ് നിലയിലുള്ള അപ്രമാദിത്വം തുടരുന്നു എന്നുള്ളതാണ്. 1539 പോയിന്റായി തിരുവനന്തപുരത്തിന് എന്നുള്ളതാണ്. ഇനിയും മത്സരങ്ങൾ പുരോഗമിക്കാനുണ്ട്. അതായത് അത്ലറ്റിക്സിൽ 65 ഇനങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. 96 ഇനങ്ങളാണുള്ളത്. ഒപ്പം ഗെയിംസിൽ 535-ൽ 425 ഇനങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇപ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 800 മീറ്ററിൽ സീനിയർ ആൺകുട്ടികളുടെ 800 മീറ്റർ ഓട്ട മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 800 മീറ്ററിൽ വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങൾ കഴിഞ്ഞു. വിവിധ വിഭാഗത്തിലുള്ള മത്സരങ്ങൾ കഴിഞ്ഞു. ജൂനിയർ, സീനിയർ, പെൺകുട്ടികൾ, ആൺകുട്ടികളെല്ലാം സബ് ജൂനിയർ ഉൾപ്പെടെയുള്ള വിഭാഗത്തിലുള്ള മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇന്ന് വന്നിട്ടുള്ള അത്ലറ്റിക്സിൽ വന്നിട്ടുള്ള ഏക മീറ്റർ റെക്കോർഡ് എന്ന് പറയുന്നത് 400 മീറ്റർ ഹഡിൽസിലുള്ളതാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള ശ്രീഹരിയാണ് റെക്കോർഡ് കുറിച്ചിട്ടുള്ളത്. 400 മീറ്റർ ഹഡിൽസിൽ 2018 റെക്കോർഡാണ് ഇപ്പോൾ ശ്രീഹരി തിരുത്തിയിട്ടുള്ളത്. മറ്റ് മത്സരങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഖോ മത്സരങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ അത്ലറ്റിക്സിൽ പാലക്കാടിൻ്റെ ഒരു കുതിപ്പ് വീണ്ടും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണുള്ളത്. 156 പോയിന്റിലേക്ക് പാലക്കാട് എത്തുന്നു. 140 പോയിന്റാണ് രണ്ടാം സ്ഥാനത്തുള്ള മലപ്പുറത്തിനുള്ളത്. സ്വാഭാവികമായും പാലക്കാടിൻ്റെ കുതിപ്പ് അത്ലറ്റിക്സിൽ കിരീടമണിയാൻ പാലക്കാടിന് കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മലപ്പുറം ഏതാണ്ട് 16 പോയിന്റിന് പിന്നിലാണ് എന്നുള്ളതാണ്. ഇനി തുടർന്നും മത്സരങ്ങളുണ്ട് എന്നതിരിക്കെ വിധി അത് നമുക്ക് ഒരു നാളെ ഒരു വൈകുന്നേരത്തോടു കൂടി മാത്രമേ അത്ലറ്റിക്സിൽ ആരാണ് കിരീടം അണിയാൻ പോകുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ കഴിയൂ. ഇന്നലെയും ഉൾപ്പെടെ ഈ ഫോട്ടോ ഫിനിഷിംഗ് എന്ന തരത്തിലേക്കുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ കായിക താരങ്ങൾക്കിടയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വിധി അപ്രസക്തമാണ്. ആരാണ് ഈ അത്ലറ്റിക്സിൽ മുത്തമിടുന്നതെന്നും സംബന്ധിച്ച് നമുക്ക് നാളെ കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ സംബന്ധിച്ചൊരു ആധികാരികമായി പറയാൻ വേണ്ടി കഴിയൂ. പക്ഷേ അപ്പോഴും ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം തങ്ങളുടെ അപ്രമാദിത്വം തുടരുന്നു. വ്യക്തമായിട്ടുള്ള ലീഡ് നില മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. 1539 പോയിന്റിലേക്ക് തിരുവനന്തപുരം എത്തിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂർ 747 പോയിന്റ് മാത്രമാണ്. മൂന്നാം സ്ഥാനത്തുള്ള പാലക്കാടിന് 663 പോയിന്റാണ്. അക്വാറ്റിക്സിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു തിരുവനന്തപുരം നടത്തിയത്. അതായത് ഗെയിംസ് ഇനങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ ആദ്യഘട്ടം മുതൽ മേളയുടെ ആദ്യ ദിനം മുതൽ ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിലേക്ക് ഓവറോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരത്തെ ഇത്തരത്തിലേക്ക് വലിയൊരു മാർജിനിലുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യമുള്ളത്. എന്തായാലും ഇത്തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം കപ്പിൽ മുത്തമിടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മേളയുടെ ദിവസങ്ങൾ പുരോഗമിക്കണം. നാളെയും നാളെ കഴിഞ്ഞുമായി 2 ദിവസങ്ങളിൽ മേള അവസാനിക്കുമെന്നിരിക്കെ തിരുവനന്തപുരം തന്നെ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുള്ള സ്വർണ്ണക്കപ്പിൻ്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൻ്റെ നിർമ്മിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന കാര്യമുണ്ടായി. അതായത് ഈ മേളയിൽ പങ്കെടുത്ത് സ്വർണം നേടിയിട്ടുള്ള 50 വിദ്യാർത്ഥികൾ, ഭവനരഹിതരായ 50 വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നുള്ളതാണ്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ്സും അതിൻ്റെ ഭാരവാഹി കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഇവിടെ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ സ്വർണം നേടിയ വിദ്യാർത്ഥികളെ നേരിൽ കാണുകയും മന്ത്രി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെത്തുകയും ദേവനന്ദ ഒപ്പം ദേവപ്രിയ ഈ 2 കുട്ടികൾക്ക് അവരുടെ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ദേവപ്രിയയ്ക്ക് ഇടുക്കിയിലെ CPM പ്രവർത്തകരാണ് വീട് നൽകുന്നതെങ്കിൽ ദേവനന്ദയ്ക്ക് വീട് നൽകുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിലാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സൂചിപ്പിക്കുന്നു. നാളെ ഏറ്റവും പ്രധാനമായി നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ഈ സ്വർണ്ണക്കപ്പിനെ വരവേറ്റുകൊണ്ടുള്ള വലിയ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. അതിനുശേഷം 28-ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആർലേക്കറാണ് ഈ
കിരീടം അണിയുന്ന ജില്ലയ്ക്ക് സ്വർണ്ണ കപ്പ് കൈമാറുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടൊപ്പമുള്ള പ്രമുഖ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽസ് എല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കും. 28-ന് വൈകുന്നേരത്തോടുകൂടിയാണ് സമാപന സമ്മേളനം നടക്കുക. എന്തായാലും ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം കപ്പിൽ മുത്തമിടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് ഇപ്പോൾ തീർത്തു പറയാൻ കഴിയും. മായ. ശരി, സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു അപ്രമാദിത്യം തന്നെയാണ് കാണുന്നത്. അജയ്യാണ് വിവരങ്ങൾ നൽകിയത്. വാക്കുകൾക്കും വാചകങ്ങൾക്കും അപ്പുറം സംസ്ഥാന സ്കൂൾ കായികമേളകളിൽ നിശബ്ദ സാക്ഷിയായി കുട്ടിത്താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു താരം കൂടിയുണ്ട്. അവരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുന്ന പാദരക്ഷകൾ, സ്പൈക്സുകൾ. അവർക്കും പറയാനുണ്ട് ചില നൊമ്പരപ്പെടുത്തുന്ന കഥകൾ. തിമിർത്ത് പെയ്തിറങ്ങിയ മഴയിൽ നനയുമ്പോഴും ചെളി നിറഞ്ഞ വെള്ളത്തിൽ നീന്തുമ്പോഴും ഇത്രയും ദുഃഖം ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാൽ പരാജയപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർ തുള്ളികൾ എൻ്റെ കവളിൽ പതിക്കുമ്പോൾ ഉള്ളിൽ ചുട്ടുപൊള്ളുകയായിരുന്നു ഞാൻ. ഹൃദയഭേദകമായിരുന്നു ആ നിമിഷങ്ങൾ. സ്വപ്ന നിമിഷത്തിൻ്റെ അതിർത്തി വരെ കടന്നെത്തിയവരുടെ മിഴികളിൽ നിന്ന് ഉതിർന്ന ആനന്ദാശ്രുവാണ് മനസ്സിനെ അല്പമെങ്കിലും തണുപ്പിച്ചത്. പക്ഷേ അതിനും അല്പായുസ് മാത്രമായിരുന്നു വിധി. എന്നെ ഒന്ന് അണിയാൻ പോലും കഴിയാതെ എത്ര കുരുന്ന താരങ്ങളാണ് നഗ്നപാതരായി ട്രാക്കിൽ പോരിനിറങ്ങിയത്. ജീവനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആശ്വാസമാകണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ പലകുറി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തു പറയാൻ, ആഗ്രഹിക്കാൻ മാത്രമല്ലേ എനിക്ക് കഴിയൂ. എന്നിരുന്നാലും ഇന്ന് സന്തോഷമുണ്ട്. തിരുത്തിക്കുറിക്കപ്പെട്ട വർഷങ്ങളുടെ ചരിത്രങ്ങൾ, സുവർണ നിമിഷത്തിലേക്ക് കടന്ന എണ്ണമറ്റ കഠിന പോരാട്ടങ്ങൾ, കായിക കേരളത്തിൻ്റെ നാളെയുടെ മിന്നും താരങ്ങളുടെ ഉദയം, ഇൻക്ലൂസീവ് ഇനങ്ങളിലെ പ്രിയ കൂട്ടുകാരുടെ പരിമിതികളെ തോൽപ്പിക്കുന്ന പ്രകടനങ്ങൾ. ഇതിനെല്ലാം മുഖസാക്ഷിയായി ഒപ്പം നിന്ന എന്നെയും ചേർത്ത് പിടിച്ച് മത്സരശേഷം അവർ ട്രാക്ക് വിട്ട് നടന്നകലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒരു തിരയിളക്കമുണ്ട്. കനത്ത മഴയുടെ തണുപ്പിലും ചുട്ടുപൊള്ളിയിരുന്ന മനസ്സിനെ തണുപ്പിക്കാൻ ആ കാഴ്ച മാത്രം മതി എനിക്ക്. പ്രിയ കൂട്ടുകാരോട് ഒന്ന് മാത്രം, വിജയിച്ചവരുടെ മാത്രമല്ല, പരാജയപ്പെട്ടവരുടെ കൂടെ പോരാട്ടവും കാലത്തോട് ചേർത്ത് വയ്ക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ പരാജയങ്ങൾ നാളെയുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണുക. ഉറച്ച ലക്ഷ്യത്തിലേക്ക് കഠിനമായ പോരാട്ടത്തിലൂടെ നിങ്ങൾക്കും ഒരു നാൾ എത്തിച്ചേരാനാകും. വിജയത്തിനും പരാജയത്തിനുമപ്പുറം ഈ കായികമേളയിൽ സ്വന്തം ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അവസാനമായി ഇത്രമാത്രം, ക്യാമറ കണ്ണിലൂടെ എന്നെ ഒപ്പിയെടുത്ത സനിൽകുമാറിനും ശബ്ദമില്ലാത്ത എനിക്ക് ശബ്ദമായി മാറിയ അജയ്നാഥിനുമൊപ്പം അമൃത ന്യൂസിനു വേണ്ടി തിരുവനന്തപുരത്തു നിന്നും നിങ്ങളുടെ സ്വന്തം സ്പൈക്സ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഹർജി ഫയലിൽ സ്വീകരിച്ച പത്തനംതിട്ട സബ് കോടതി PP ദിവ്യയ്ക്കും പ്രശാന്തനും നോട്ടീസ് അയച്ചു. ഹർജി അടുത്ത മാസം 11-ന് പരിഗണിക്കും. ഭാരതീയർക്ക് ഛാത്ത് ഉത്സവ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറച്ചു. ഒരിക്കൽ മാവോയിസ്റ്റ് ഭീകരതയുടെ അന്ധകാരം നിഴലിച്ചിരുന്ന പ്രദേശങ്ങളിൽ പോലും ഈ വർഷം സന്തോഷത്തിന്റെ വിളക്കുകൾ കത്തിച്ചു. GST ബച്ചത് ഉത്സവ് എന്ന പരിപാടിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമുണ്ടെന്നും മൻ കി ബാത്തിന്റെ 127-ാം എഡിഷനിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ഉത്സവകാലം സന്തോഷകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പൗരന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നു. സാമ്പത്തികവും സാംസ്കാരികവുമായ അഭിമാനം പ്രതിഫലിക്കുന്ന പ്രാദേശിക സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തിന്റെ കൂട്ടായ മനോഭാവത്തെ അദ്ദേഹം പ്രശംസിച്ചു. ഇന്ത്യൻ കാപ്പിയുടെ രുചിവൈവിധ്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. दुनिया भर में भारत की कॉफी बहुत लोकप्रिय हो रही है. चाहे कर्नाटका में चिकमंगलूर, कुर्ग और हासन हो, तमिलनाडु में पुलनी, शेवरॉय, नीलगिरी और अन्नामलाई के इलाके हो, कर्नाटका तमिलनाडु सीमा पर बिलीगिरी क्षेत्र हो, या फिर केरला में वायनाड, त्रावणकोर और मालाबार के इलाके, भारत की कॉफी की डाइवर्सिटी देखते ही बनती है. मुझे बताया गया है कि हमारा नॉर्थ ईस्ट भी
कॉफी कल्टीवेशन में आगे बढ़ रहा है। इससे भारतीय कॉफी की पहचान दुनिया भर में और मजबूत हो रही है। तभी കോട്ടയത്ത് 3 മാസം പ്രായമുള്ള ആൺകുട്ടിയെ വിൽക്കാൻ ശ്രമം. സംഭവത്തിൽ അസം സ്വദേശിയായ പിതാവിനെയും UP സ്വദേശികളായ 2 പേരെയും കുമരകം പോലീസ് അറസ്റ്റ് ചെയ്തു. 50,000 രൂപയ്ക്കാണ് കുട്ടിയെ പിതാവ് വിൽക്കാൻ ശ്രമിച്ചത്. കുട്ടിയുടെ മാതാവിന്റെ എതിർപ്പിനെ തുടർന്നാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. 1.5 മാസമായി കോട്ടയം കുമ്മനത്ത് താമസിച്ചു വന്നിരുന്ന അസം സ്വദേശികളുടെ 3 മാസം പ്രായമുള്ള കുട്ടിയെയാണ് പിതാവ് 50,000 രൂപയ്ക്ക് UP സ്വദേശിക്ക് വിൽക്കാൻ ശ്രമിച്ചത്. UP സ്വദേശിയിൽ നിന്നും 1000 രൂപ അഡ്വാൻസായി വാങ്ങുകയും ചെയ്തു. എതിർപ്പുകൾ ഫലം കാണാതിരുന്നതിനെ തുടർന്ന് കുട്ടിയുടെ മാതാവ് സമീപത്ത് താമസിച്ചിരുന്നവരെ വിവരമറിയിക്കുകയും ഇവർ കുമ്മന സ്വദേശിയായ കോൺട്രാക്ടറെ അറിയിക്കുകയുമായിരുന്നു. ഇദ്ദേഹമാണ് കുമരകം പോലീസിനെ വിവരം അറിയിച്ചത്. രാവിലെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു സഹായം ആവശ്യപ്പെട്ടു. രാത്രിയിൽ ഇന്നലെ തലേ ദിവസം, അതായത് ശനിയാഴ്ച ഇതുപോലൊരു സംഭവം നടന്നു. എൻ്റെ കുട്ടിയെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നിരുന്നു. അത് എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ എന്തെടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചനുസരിച്ച് ഞങ്ങൾ 2-3 പേര് അവിടെ ചെന്ന് നടത്തിയ അന്വേഷണത്തിൽ ആ കുട്ടിയുടെ പിതാവ് തന്നെ 50,000 രൂപ വിലയിട്ട് വിലയിട്ട് വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമമാണിതെന്നും മനസ്സിലായിരുന്നു. കുട്ടിയുടെ പിതാവിനെയും കുട്ടിയെ വാങ്ങാൻ ശ്രമിച്ച UP സ്വദേശിയായ അർമാൻ, ഇയാളുടെ ബന്ധുവും ഇടനിലക്കാരനുമായ ഡാനിഷ് ഖാൻ എന്നിവരെയും പോലീസ് പിടികൂടി. 3 പെൺമക്കളുള്ള അർമാനും കുടുംബത്തിനും ഒരു ആൺകുട്ടി വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. 50,000 രൂപ കിട്ടിയാൽ കുട്ടിയെ വിൽക്കുമെന്ന് ഡാനിഷ് ഖാനോട് കുട്ടിയുടെ പിതാവ് പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ ബന്ധുവായ അർമാനോട് ഇക്കാര്യം സംസാരിക്കുകയും ഇവർ കുട്ടിയെ വാങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു. കുട്ടിയുടെ പിതാവ് കടം വീട്ടാനും മദ്യപിക്കാനുള്ള പണത്തിനുമായാണ് കുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചത് എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയെ ഓൺലൈനിലൂടെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. എല്ലാ പ്രതിസന്ധികളിലും ഇന്ത്യ ആസിയാൻ സുഹൃത്തുക്കൾക്കൊപ്പം ഉറച്ചുനിന്നു. സമുദ്ര സുരക്ഷ, സമുദ്രോൽപ്പന്ന സമ്പദ് വ്യവസ്ഥ എന്നിവയിലെ സഹകരണം അതിവേഗം വളരുകയാണ്. 21ാം നൂറ്റാണ്ട് നമ്മുടെ നൂറ്റാണ്ടാണ്. ഇത് ഇന്ത്യയുടെയും ആസിയാന്റെയും നൂറ്റാണ്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आपने आसियान परिवार के साथ फिर एक बार मुझे जुड़ने का अवसर मिला है. मुझे बहुत खुशी हो रही है. आसियान की सफल अध्यक्षता के लिए मैं प्रधानमंत्री अनवर इब्राहिम को हार्दिक बधाई देता हूं. भारत के कंट्री कोऑर्डिनेटर की भूमिका कुशलता से निभाने पर फिलीपींस के राष्ट्रपति मार्कोस का धन्यवाद करता हूं और आसियान के പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഇനി പഠനത്തിന് തടസ്സമുണ്ടാകില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യവുമായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോയുടെ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനുമായി അമൃത സർവകലാശാല ധാരണാപത്രം ഒപ്പിട്ടു. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായി ഇതോടെ അമൃത സർവകലാശാല മാറി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ മാറ്റങ്ങളും ഗവേഷണങ്ങളും പരിശീലനങ്ങളും നടപ്പിലാക്കുക എന്നതാണ് യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ പ്രവർത്തനം ആരംഭിച്ചു. യുനെസ്കോയുടെ യുനെസ്കോ ചെയേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ചെയറിന്റെ ഉടമ്പടിയിൽ യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസുലെ, അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ പി വെങ്കട്ടരംഗൻ എന്നിവർ ചേർന്ന് ഒപ്പുവെച്ചു. 2029 ജൂൺ വരെ പ്രാബല്യത്തിൽ നിൽക്കുന്ന ഈ ചെയറിന് അമൃത സർവകലാശാല സ്കൂൾ ഓഫ് ബിസിനസ് വിഭാഗം ഡീൻ ഡോക്ടർ രഘുരാമൻ, സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ പ്രേമ നെടുങ്ങാടി എന്നിവർ അധ്യക്ഷസ്ഥാനം വഹിക്കും. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൂടിയായി ഇതോടെ അമൃത സർവകലാശാല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടുകൾ, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, വീഡിയോ തിരിച്ചറിയൽ സംവിധാനങ്ങൾ, ഓഡിയോ വിവരണ ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ചെയർ പ്രധാനമായും പ്രാമുഖ്യം നൽകുന്നത്. കൂടാതെ അക്കാദമിക് പരിശീലനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണങ്ങളിലൂടെയും കപ്പാസിറ്റി ബിൽഡിങ്ങിനും ശ്രദ്ധ നൽകും. ഈ ചെയറിന്റെ ഭാഗമായി
ഇ ഗവേണൻസ് സേവനങ്ങൾക്കായി സൈൻ ലാംഗ്വേജ് സംയോജിപ്പിച്ച ആക്സസിബിലിറ്റി ഇന്റർഫേസ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചു വരികയാണെന്നും ഇതിന്റെ പ്രാരംഭ പതിപ്പ് ഇതിനകം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷനും വികസിപ്പിച്ച ഉമാങ് പ്ലാറ്റ്ഫോമിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അമൃത സർവകലാശാല പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് അധ്യക്ഷയായിട്ടുള്ള യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഡോക്ടർ ഭവാനി റാവു അധ്യക്ഷയായിട്ടുള്ള യുനെസ്കോ ചെയർ ഓൺ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെന്റ് എന്നിങ്ങനെ 2 യുനെസ്കോ ചെയറുകൾ മുമ്പ് തന്നെ അമൃത സർവകലാശാലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മന്ത്രി വേദിയിലിരിക്കെ പിച്ചിയും നുള്ളിയും വനിതാ ഉദ്യോഗസ്ഥരുടെ പോര്. അത് പിന്നീട് വൈറലായി. റിപ്പോർട്ട് കാണാം. നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുത്ത ചടങ്ങിലാണ് പോസ്റ്റ് മാസ്റ്റർ ജനറൽമാർ തമ്മിലുള്ള പോര് കയ്യാങ്കളിയോളം എത്തിയത്. വേദിക്ക് മന്ത്രിക്ക് സമീപമിരുന്ന് അടികൂടുന്ന ഉന്നത വനിതാ ഉദ്യോഗസ്ഥരുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സ്ഥലമാറ്റത്തെ ചൊല്ലിയാണ് നാഗ്പൂർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ശോഭ മദ്ലയും നവി മുംബൈ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സുജിത ജോഷിയുമായി തെറ്റിയത്. നാഗ്പൂർ PMG ആയിരുന്ന ശോഭയ്ക്ക് സെപ്റ്റംബർ 8-ന് കർണാടകയിലെ ഗർവാഡിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. ഇതോടെ നാഗ്പൂരിലെ ഇടക്കാല PMG ആയി സുജിതയ്ക്ക് നിയമനവും ലഭിച്ചു. എന്നാൽ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയ ശോഭ തിരികെ എത്തി നാഗ്പൂരിലെ പദവിയിൽ തുടർന്നു. ഇതോടെയാണ് പോര് രൂക്ഷമായത്. ഗഡ്കരി നോക്കിയിരിക്കെ അടുത്തടുത്ത ഇരിപ്പിടത്തിലിരിക്കുന്ന സുജിതയും ശോഭയും പരസ്പരം പിച്ചുന്നതും ഇതോടെ ഒരാളുടെ കയ്യിലെ വെള്ളം മറിഞ്ഞ് സീറ്റിൽ വീഴുന്നതും വീഡിയോയിൽ കാണാം. നിമിഷങ്ങൾ കഴിഞ്ഞതോടെ കൈമുട്ടുകൊണ്ട് വീണ്ടും തട്ടുകയും എഴുന്നേറ്റ് മാറിയിരിക്കാൻ സുജിതയോട് ശോഭ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പൊതുവിടത്തിൽ പോസ്റ്റൽ വകുപ്പിനെ നാണം കെടുത്തുകയാണ് ഇരുവരും ചെയ്തതെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ വൈകരുതെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോയ്ക്ക് ചുവടെ ആളുകൾ കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.